മുൻപ് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കന്യാസ്ത്രീകളുടെ കേസ്. കന്യാസ്ത്രീകൾക്ക് ഇന്ന് NIA കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അവർ കോൺവെന്റിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് ഉപാധികളുണ്ട്, അവർക്ക് പ്രതികരിക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ അവരുടെ കുടുംബം പ്രതികരിച്ചു. ഇനിയുള്ള അവരുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FIR പൂർണ്ണമായി റദ്ദാക്കുക എന്നുള്ളതാണ്. അതിനിടയിലാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല ജനപ്രതിനിധികൾ അവിടെ MP മാർ പല രീതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. അത് 3 രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിനെ സംബന്ധിച്ച് BJP അവിടെ മറ്റൊരു നിലപാടാണെങ്കിലും കേരളത്തിലെ BJP കന്യാസ്ത്രീകൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് 2 പ്രതിനിധികളെ അങ്ങോട്ട് അയച്ചിരുന്നു. ഇന്ന് രാവിലെ മുതൽ ആ ഒരു ഷോയാണ്, വലിയ നാടകമാണ് നമ്മൾ ജയിലിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, കോടതിക്ക് മുന്നിൽ കണ്ടിരുന്നത്. അപ്പം അതാണ് നമ്മുടെ രണ്ടാമത്തെ വിഷയം. അജിംസ് കണ്ടു കാണും ഇന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അപ്പം ആരാണ് ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്, ഇല്ലെങ്കിൽ ഇത് ഞാനാണ് ഇറക്കിയത്, ഞാനാണ് ഇവരെ രക്ഷിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പല കളികളും അവിടെ കണ്ടു. അപ്പം ഇതിൽ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മതമില്ലാത്ത ഒരു വലിയ കൂട്ടം, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു കൂട്ടത്തിൻ്റെ വലിയ ശക്തിയായിട്ടുള്ള ഒരു ശ്രമം അതിൽ നടന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴുപയോഗിക്കുന്ന ഈ വിഷയത്തിൽ ഉപയോഗിക്കുന്ന രാഷ്ട്രീയം അത് ഗുണം ചെയ്യുമോ? അല്ല, ഈ ക്രെഡിറ്റ് ആർക്കാന്നുള്ള ചോദ്യത്തിൽ ഞാൻ ആ ക്രെഡിറ്റ് നൽകുക BJPക്കാണ്. വേറെ ആർക്കാണ് ഇതിൽ ക്രെഡിറ്റ്? കാരണം വളരെ സ്വതന്ത്രമായിട്ട് ട്രെയിനിൽ സഞ്ചരിക്കാൻ തുടങ്ങിയ കന്യാസ്ത്രീകളും 2 യുവതികളെയും ബജ്രംഗ് ദൾ വന്ന് തടഞ്ഞു വയ്ക്കുന്നു, അവരെ ആക്രമിക്കുന്നു, അശ്ലീലം വിളിക്കുന്നു, പോലീസിനെ വിളിച്ചു വരുത്തി കേസെടുപ്പിക്കുന്നു. അത് കള്ളക്കേസാണെന്നുള്ള രീതിയിൽ പ്രത്യക്ഷത്തില്ല. FIR ഇടുന്ന പോലീസുകാർക്ക് മുതൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സെഷൻസ് കോടതി ജഡ്ജിക്ക് വരെ ഇത് കള്ളക്കേസാണെന്നുള്ളത്. കാരണം ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഏറ്റവും മൗലികമായ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം ഇപ്പോൾ ട്രാഫിക് ചെയ്യപ്പെടുന്ന ആൾ സമ്മതിച്ചിട്ടാണെങ്കിൽ പോലും കുറ്റമാണ്. വേറെ എന്തെങ്കിലും കാര്യത്തിൽ പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ എൻസ്ലേവ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ പലതും. ചിലപ്പോൾ അടിമകളാക്കപ്പെടുന്നവർക്ക് പറയാൻ പറ്റില്ല, അവർ പറയാം. എങ്കിൽ പോലും ഇതിൽ വളരെ അഡൾട്ടായിട്ടുള്ള 2 ആളുകൾ ഞങ്ങൾ ജോലിക്ക് വേണ്ടി ഇവരോടൊപ്പം പോകുന്നതാണ്, ഞങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളമുണ്ട്, ഞങ്ങളുടെ രക്ഷിതാക്കൾ നൽകിയിട്ടുള്ള സമ്മതപത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം ഇവർക്കറിയാം, കാരണം ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉള്ള സ്ഥലമാണ്. അവിടെ നിന്ന് വീട്ടുവേലയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് യുവതികളെയും യുവാക്കളെയൊക്കെ ട്രാഫിക് ചെയ്യപ്പെടുന്ന സ്ഥലം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വക്താവ് നമ്മുടെ മൈക്കിന് മുമ്പിൽ വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ മാസം തന്നെ 250 ആൾക്കാർ ഹ്യൂമൻ ട്രാഫിക് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും BJPക്ക് ഒരു പ്രശ്നമില്ല, പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ പുറകെ കാണുമെന്ന് അദ്ദേഹം ക്ഷുഭിതനായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കന്യാസ്ത്രീകളുടെ വസ്ത്രമാണ് അവിടെ പ്രശ്നം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതാണ് അവർക്ക് മേൽ കേസ് വരാനുള്ള ഒരു കാരണം അവരുടെ ഐഡൻറ്റിറ്റിയാണ് എന്ന് FIR ഇടുന്ന പോലീസിനും അറിയാം. ഇത് കോടതിയിൽ വരുമ്പോൾ അവിടുത്തെ മജിസ്ട്രേറ്റിനും ജാമ്യം നോക്കുന്ന സെഷൻസ് കോടതി ജഡ്ജിക്ക് ഇത് കാര്യം മനസ്സിലാവും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം കേരളത്തിൽ വിവാദമായ ഉടൻ തന്നെ അനൂപ് ആൻ്റണിയുടെ നേതൃത്വത്തിൽ BJP ഒരു സംഘം അങ്ങോട്ട് പോകുന്നു. അവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത്? അവർ ഈ BJP സംഘം അമിത്ഷായെ കണ്ടു എന്ന് പറയുന്നു, BJP സംഘം ഛത്തീസ്ഗഡിലെ ആഭ്യന്തരമന്ത്രിയെ കണ്ടു എന്ന് പറയുന്നു. നോക്കുക, ഇതിലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന അവർ 2 കാര്യം, ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ ഈ മതം മാറ്റ നിയമവുമാണ് ഇതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, FIR ഇട്ടുള്ളത്. ഓക്കെ, ഇത് കള്ളക്കേസാണ് എന്ന് തെളിവ് സഹിതമാണ് വാദിക്കുന്നത്, കന്യാസ്ത്രീകളുടെ ആളുകൾ വാദിക്കുന്നത്. ഈ കേസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ വരുമ്പോൾ മജിസ്ട്രേറ്റിന് മനസ്സിലാവുമല്ലോ, അല്ലെങ്കിൽ ഇത് വിവാദമായി കഴിയുമ്പോൾ പ്രോസിക്യൂഷന് പറയാമല്ലോ, ഇതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഈ FIRൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇന്ന് NIA കോടതി കണ്ടെത്തിയത് അതാണ്. NIA കോടതി കണ്ടെത്തിയത് കേവലമായ ഒരു അസംഷൻ്റെ പേരിൽ, ഒരു സംശയത്തിൻ്റെ പേരിൽ മാത്രം എടുത്ത കേസാണ് എന്ന് ജാമ്യം പരിഗണിച്ച് NIA കോടതി ആ ജാമ്യ ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം കോടതിയുടെ മുമ്പിൽ പോലും ഇപ്പോൾ ജാമ്യത്തിന് വേണ്ടിയുള്ള ഇന്നലത്തെ വാദപ്രതിവാദത്തിൽ NIA കോടതിയുടെ മുമ്പിൽ പോലും പ്രോസിക്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇതൊരു ഹ്യൂമൻ ട്രാഫിക്കാണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിന് മെറ്റീരിയൽ ആയിട്ടുള്ളൊരു എവിഡൻസും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കോടതിക്ക് തന്നെ മനസ്സിലായത് കള്ളക്കേസാണെന്നുള്ളത്. കള്ളക്കേസാണെന്ന് കോടതിക്ക് പറയാൻ പറ്റില്ല. കോടതി എന്താണ് പറഞ്ഞത്? ഇതൊരു അസംഷൻ്റെ പേരിലുള്ള ഒരു കേസ് മാത്രമാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കുകയാണ്. സാധാരണ രീതിയിൽ ഇത്രയും ഗുരുതരമായത് ജാമ്യമില്ലാ കുറ്റാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് മാത്രമല്ല, NIA അമെൻമെൻറ്റ് ആക്ട് അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോദി സർക്കാർ വന്നതിന് ശേഷം NIA ആക്റ്റും UAPA ആക്റ്റും അമെൻഡ് ചെയ്തിട്ടുണ്ട്. NIA അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഈ ഭൂലോകത്തുള്ള സകല കുറ്റങ്ങളും NIA അന്വേഷിക്കാവുന്ന രീതിയിലാണ് അത് ഫ്ലെക്സിബിൾ ആക്കിയിരിക്കുകയാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ കള്ളനോട്ടടി, ഹ്യൂമൻ ട്രാഫിക്, അതായത് NIAയുടെ അന്വേഷണ പരിധിയിലേക്ക് ഏത് കേസിനെയും കൊണ്ടുവരാവുന്ന രീതിയിൽ അമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹ്യൂമൻ ട്രാഫിക്കിന് എന്ത് ചെയ്യാം? NIAക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. എല്ലാ കേസും NIA അന്വേഷിക്കണമെന്നില്ല, പക്ഷേ NIAക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. എങ്ങനെയാണ് ഈ ജാമ്യം പരിഗണിച്ച സെഷൻസ് കോടതി ജഡ്ജി നിങ്ങൾ ഇവിടെയല്ല വരേണ്ടത്, NIAയിലേക്കാണ് പോകേണ്ടത് എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? ആ കോടതിയിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവും? അതിനി പുറത്തു വരേണ്ടതുണ്ട്. കാരണം വേണമെങ്കിൽ സെഷൻസ് കോടതിക്ക് അത് ജാമ്യം കൊടുക്കാം. ഇപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞൊരു ഷെഡ്യൂൾഡ് ക്രൈം അല്ല, UAPയുടെ കീഴിൽ വരുന്ന ഷെഡ്യൂൾഡ് ക്രൈം അല്ല.
പക്ഷേ NIAക്ക് ഏത് കേസിലേക്കും അന്വേഷിക്കാനുള്ള വാതിൽ തുറന്ന് ഇടുന്നുണ്ട് NIA നിയമം. എങ്കിൽ അത് NIAയിലേക്ക് കണക്ട് ചെയ്യാൻ സെഷൻസ് ജഡ്ജി തീരുമാനിച്ച ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിന് തൊട്ടു മുമ്പാണ് BJP നേതാക്കൾ ഈ പറയുന്ന ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. അവിടെ വെച്ച് ഉറപ്പ് കൊടുത്തത്. അതിനുശേഷമാണ് ഈ കേസ് കോടതിയിലേക്ക് വരുന്നത്. അവിടെ വെച്ചിട്ട് അത് NIA കോടതിയിൽ പോകണം നിങ്ങൾ ജാമ്യത്തിന് വേണ്ടി എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് ഇടപെടലാണ് നടന്നിട്ടുള്ളത്, അതാണ് പുറത്തു വരേണ്ടത്. അപ്പോൾ ഇന്ന് അല്പം മുമ്പ് ഈ ജാമ്യ ഉത്തരവ് ലഭിച്ച ഉടൻ തന്നെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പ്ലാൻ പാളി എന്ന വരുള്ളൂ പാംപ്ലാനി പറയുകയാണിത് മോദിക്ക് അമിത്ഷായ്ക്കും നന്ദി പറയുന്നു. ശരിയാണ്, അവർക്കാണ് നന്ദി പറയേണ്ടത്, അവർക്ക് തന്നെയാണ് നന്ദി പറയേണ്ടത്. കാരണം ഇത് UAPA ചാർത്തിയില്ലല്ലോ. UAPA ചാർത്തിയിരുന്നെങ്കിലോ ഇതിന് ടെററിസ്റ്റ് ലിങ്ക് ഉണ്ട്, മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഇവർ കടത്തിക്കൊണ്ടുപോകുന്നത്. ഒരു കഥ ഉണ്ടാക്കുക വളരെ എളുപ്പമാണ്. ഇതിന് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്ന്, വെറുതെ ബന്ധമുണ്ട് എന്ന് ബജരംഗൾ ആരോപിച്ചാൽ മതി. UAPA ഇട്ട് കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിന് നന്ദി പറയണം. UAPA ഇട്ടിട്ടില്ലല്ലോ, അതിനുവേണ്ടി അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിന് നന്ദി പറയേണ്ടതാണ് പാംപ്ലാനി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കോടതി മുറ്റത്ത് കണ്ട ഈ ക്രെഡിറ്റ് എടുക്കൽ രംഗങ്ങളാണ്. സന്ദേശം സിനിമ, സന്ദേശം അല്ലെങ്കിൽ കല്യാണരാമൻ സിനിമയാണ് ഓർമ്മ വന്നത്. കല്യാണരാമൻ സിനിമയിൽ മറ്റേ ലാലു അലക്സും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ദിലീപ് വന്നിട്ട് ഇങ്ങനെ ചാടി വന്നിട്ട് ഇറ്റ്സ് ഓക്കെ സെയിം. അതായത് ആ ജാമ്യം ലഭിച്ചു എന്ന് അറിയുമ്പോൾ ഈ കന്യാസ്ത്രീയുടെ സഹോദരൻ വളരെ വികാരാധീനായി റോജി M. ജോണിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇതെന്റെ സഹോദരനാണ്, ഇത് ഒരു MLA അല്ല, എൻ്റെ സഹോദരനാണെന്ന് കെട്ടിപ്പിടിച്ച് പറയുമ്പോൾ ഇയാൾ ചാടി വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇയാളെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ രണ്ടുപേര് കെട്ടിപ്പിടിക്കുമ്പോൾ ഇയാളെ കയറി കെട്ടിപ്പിടിക്കും. ആണ് ഇവരൊക്കെ നേരത്തെ ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നവരാണ്, അതല്ല BJPയിൽ എത്തിയിട്ട് കോമാളികളാവുന്നതാണെന്നുള്ളത് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ മൊത്തം എപ്പിസോഡിൻ്റെ, ഈ 9 ദിവസം നീണ്ടുന്ന എപ്പിസോഡിൻ്റെ ക്രെഡിറ്റ് മുഴുവനായി BJP കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ചില ട്രോളൊക്കെ വരുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ്റെ ആ ഒരു ഇത് പോയി, അത് ഏറ്റെടുത്തു. യെസ് സാർ, ഇതിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചത് ഇവിടെ ഇത്രയധികം പ്രതിഷേധങ്ങൾ സഭകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഇവരെവിടെയായിരിക്കും നിൽക്കുക എന്നുള്ളൊരു കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. BJP അനുകൂല നിലപാട് സമീപകാലത്ത് സ്വീകരിച്ച പ്രത്യേകിച്ച് ഈ പാംപ്ലാനിയെ പോലെയൊക്കെയുള്ള ആളുകൾ ഏതു തരത്തിലായിരിക്കും. പക്ഷേ തെറ്റിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരിങ്ങനെ മലക്കം മറിയും എന്ന് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അല്ല, അതിൽ ഈ മൊത്ത വിഷയം നമ്മളെടുക്കുമ്പോൾ സാധാരണ ഇവിടെ വരുന്നൊരു ഒരു നറേറ്റീവ് ഉണ്ടല്ലോ. ഇപ്പോൾ ടെലിവിഷൻ ചർച്ചയിലൊക്കെ പല ആളുകളും പറയുന്നു, കേരളത്തിൽ സഭയോടൊപ്പം നിൽക്കുമ്പോൾ കേരളത്തിന് പുറത്ത് ഇവരിതാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ. ചില കേരളത്തിൽ BJP ഒരു സമീപനം സ്വീകരിക്കുന്നു, കേരളത്തിന് പുറത്ത് ദേശീയ തലത്തിൽ വേറൊരു സമീപനം സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ശരിയാണ്. പക്ഷേ സഭയുടെ കാര്യത്തിൽ ഇത് ശരിയാണ്. സഭ ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന സമീപനവും കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനവും വ്യത്യസ്തമാണ്. ദേശീയ തലത്തിൽ സഭ എന്താ ചെയ്യുന്നത്? സഭ എന്നുള്ള ക്രിസ്ത്യൻ സംഘടനകൾ അവർ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ക്രിസ്ത്യൻ വേട്ടയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുക്കുകയും പ്രതിഷേധ പരിപാടികൾ നടത്തുകയും നിരന്തരമായിട്ട് അതൊരു വിഷയമായിട്ട് ഇന്ത്യയിലും അതൊരു അന്താരാഷ്ട്ര തലത്തിൽ വരെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ സഭാ നേതൃത്വമാണ് എന്ത് ചെയ്യുന്നത്? ഈ സംഘപരിവാറിന് അടിമപ്പണി ചെയ്യുന്ന ഏർപ്പാടുമായിട്ട് പോകുന്നത്. അടിമപ്പണി മാത്രമല്ല, എക്സ്ട്രാ ജോലിയാണ്. എന്ന് പറഞ്ഞാൽ BJPക്കാർ RSSകാർ ലവ് ജിഹാദെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവരെന്താ ചെയ്തത്? നാർക്കോട്ടിക് ജിഹാദ്, അഡീഷണലായിട്ട് നാർക്കോട്ടിക് ജിഹാദും ലാൻഡ് ജിഹാദും ഹലാൽ ജിഹാദ് തുടങ്ങിയ വെച്ചാരാ ഈ തുപ്പൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് പാലായിലാണ്. ഈ സഭയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പം BJPക്ക് വേണ്ടി സംഘപരിവാറിൻ്റെ എക്സ്ട്രാ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഈ പറയുന്ന സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള കന്യാസ്ത്രീകൾ അകത്താവുന്നത്. അത് അവർക്കൊരു ഷോക്ക് തന്നെയായിരുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ BJPക്ക് ഒരു നയം, കേരളത്തിൽ BJPക്ക് വേറെ നയം, ദേശീയ തലത്തിൽ സഭയ്ക്ക് ഒരു നയം, കേരളത്തിൽ വേറെ നയം, അതുമായിട്ട് പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് പോകുമ്പോൾ ഇതൊരു എന്താണ് മാറി ചിന്തിക്കാനുള്ളൊരു സന്ദർഭമായിരുന്നു. എനിക്ക് തോന്നുന്നു ബഹുജനം മാറി ചിന്തിക്കുമായിരിക്കും. ഏതെങ്കിലും നിലയ്ക്ക് ഈ പറയുന്ന ഈ വാട്സപ്പ് പ്രചാരണങ്ങളിൽ കരീഡവേ ആയിട്ടുള്ള ബഹുജനങ്ങൾ മാറി ചിന്തിക്കുമായിരിക്കും. മാറി ചിന്തിക്കുന്നത് മാറി ചിന്തിക്കുക എന്നൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താ അറിയോ? ഇത് കേരളത്തിൽ സഭ ഈ നിലപാടെടുക്കുന്നതിന് എന്താ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? കോടികളുടെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കേസ് ഇവിടെയുണ്ട്. അത് നമ്മൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ കേസ് അതിൽ ചില്ലറക്കാരല്ല ഉള്ള പ്രതികളായിട്ടുള്ള കേട്ടോ. ഇപ്പോൾ പ്രതിസ്ഥാനത്തിരിക്കുന്നത് ഏറ്റവും ഉന്നതരായിട്ടുള്ള സഭാപിതാക്കന്മാരാണ്, മെത്രാന്മാരാണ്. അപ്പോൾ അതോടുകൂടി അത് ED കേസാണ്. പല ഗുരുതര സ്വഭാവമുള്ള ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഏതാണ് 90 കോടിയോ മറ്റോ രൂപ 90 കോടി രൂപ മറ്റോ ഭൂമി ഇടപാടിൻ്റെ കേസാണ്.
ഇത് ഇവരുടെ തലയ്ക്ക് മേലുള്ള എന്താ നമ്മൾ പറയില്ല ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങി നിൽപ്പാണ്. ഇത് എപ്പോൾ ഓണാക്കണം, എപ്പോൾ ഓഫാക്കണം, എപ്പോൾ സ്ലീപ്പ് മോഡിൽ വേണമെന്ന് ആർക്കറിയാം? അമിത്ഷായ്ക്ക് അറിയാം. അത് ഈ പറയുന്ന സഭാപിതാക്കന്മാർക്കും അറിയാം. ഇവരെന്തിനാണ് ഈ മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത്? അത് അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. എന്താ ആ നിർദ്ദേശത്തിൻ്റെ കാരണം? കേരളത്തിൽ BJPയുടെ ഗെയിം പ്ലാൻ സിമ്പിളാണ്. BJP ഈ പറയുന്ന ഹിന്ദു വോട്ട് ബാങ്കിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ മുന്നേറ്റമുണ്ടാക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ ഡെമോഗ്രഫി അതിനനുവദിക്കുന്നില്ല. അപ്പോൾ ഒരൊറ്റ സംഗതി ബാക്കിയുള്ളൂ, ഒരു ന്യൂനപക്ഷ സമൂഹത്തെ കൂടെ കൂട്ടണം. മുസ്ലിങ്ങളെ കിട്ടില്ല. BJPക്കോടൊപ്പം മുസ്ലിങ്ങൾ നിൽക്കില്ല. എത്ര അബ്ദുള്ളക്കുട്ടിയെ മുന്നിൽ വെച്ചാലും നിൽക്കില്ല. പിന്നെയുള്ള ഒരേ ഒരു സാധ്യത ആരാണ്? ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ്, ഒരു കോമ്പോസിഷൻ കൊണ്ടുവരാം. അതിന് പ്രചാരണവും ആശയപ്രചാരണവും മാത്രം മതിയാവില്ല. അതിന് BJPക്ക് കിട്ടിയ ഏറ്റവും മികച്ചൊരു ടൂളായിരുന്നത് ഈ ഭൂമി കുംഭകോണവും അതുമായി ബന്ധപ്പെട്ട കേസുകളും ED അന്വേഷണവും കാര്യങ്ങളൊക്കെ വിരട്ടി നിർത്തിയതാണ് കേട്ടോ, വിരട്ടി നിർത്തിയതാണ്. അപ്പോൾ സഭാപിതാക്കന്മാരുടെ മെത്രാന്മാരുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി അവർ സമുദായത്തെ അങ്ങോട്ട് ഒറ്റുകൊടുക്കുകയായിരുന്നു, സമുദായത്തെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതിന് സമുദായത്തെ പ്രാപ്തമാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ വ്യാപകമായിട്ട് നടക്കുന്നു. മാനസികമായി സമുദായത്തെ അതിനെ പ്രാപ്തമാക്കണം. അതിന് സമുദായത്തെ പ്രാപ്തമാക്കാൻ ഈ പ്രചാരണം എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ ചില ഘടകങ്ങൾ അതിന് ബലം നൽകുകയും ചെയ്യും. പല ഈ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുണ്ടായിട്ടുള്ള വലിയ തിരിച്ചടി, ഈ റബ്ബറിൻ്റെ വിലക്കുറവ്, ഈ യുവജനങ്ങളുടെ പ്രപ്പോർഷൻ കുറഞ്ഞത് കാരണം ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നിശ്ചയമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ, ദൗർബല്യങ്ങൾ അനുഭവിക്കുന്നൊരു സമുദായമായി കേരളത്തിലെ കത്തോലിക്ക സമുദായം മാറിയിട്ടുണ്ട്. അപ്പോൾ ദൗർബല്യങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു സമുദായവും പ്രാഥമികമായി അവരുടെ ദൗർബല്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമായി ഒരു പുറം ശത്രുവിനെ കാണുക എന്നുള്ളത് ഒരു കോമൺ സൈക്കോളജിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഇത് അവനാണ്, മറ്റവനാണെങ്കിൽ ഇച്ചിരി ഇതായി പുഷ്ടിപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൻ നിങ്ങളുടെ എല്ലാം പിടിച്ചു കൊണ്ടുപോവുകയാണ്. കാഞ്ഞിരപ്പള്ളി പിടിച്ചു, എരുമേലി പിടിച്ചു, പാലാ പിടിക്കാൻ പോകുന്നൊക്കെയുള്ള ഇങ്ങനെ തന്നെ എന്തൊരു യുദ്ധത്തിലുള്ള മുന്നേറ്റം വരെയാണ്. കാഞ്ഞിരപ്പള്ളി പിടിച്ചു, എരുമേലി പിടിച്ചു, പാലാ പിടിക്കാൻ പോകുന്നുവെന്ന് ഈ നിലക്ക് തന്നെയുള്ള പച്ചയായ ക്യാമ്പയിനുകളൊക്കെ നടന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കേരള സ്റ്റോറിക്കകത്ത് കേരളത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഇടുക്കി രൂപതയാണ് തീരുമാനിക്കുന്നത് ഇത് ഞങ്ങൾ സൗജന്യമായി പ്രദർശിപ്പിക്കാം. ഇവിടെയുള്ള ഇടതുപക്ഷവും കോൺഗ്രസും UDFും LDFും ഒരേപോലെ ഇവിടെയുള്ള സാമാന്യ ബുദ്ധിയുള്ള സകല മനുഷ്യരും ആ സിനിമയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ സൗജന്യമായി പ്രദർശിപ്പിക്കുന്ന ഇടുക്കി രൂപതയാണ് രംഗത്ത് വരുന്നത്. എന്തിനു വേണ്ടിയാണത്? ഏതെങ്കിലും നിലക്ക് ഒരു ക്രിസ്ത്യൻ താല്പര്യത്തെ സംരക്ഷിക്കുന്നതാണോ ആ സിനിമ? അങ്ങനെയല്ല. ഒരൊറ്റ താല്പര്യമേ, അത് മുസ്ലിം വിരുദ്ധത വർദ്ധിപ്പിക്കാൻ, അതിനെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഈ ഒരു ലൈനാണ് കേരളത്തിലെ ഇതിൽ പോകുന്നത്. അത് അവരാലോചിക്കട്ടെ എന്താണ് ഇതുമായിട്ട് പോയാൽ എത്ര കാലം. പക്ഷേ ഇതിലൊരു അടിസ്ഥാനപരമായൊരു വിഷയമുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു മെത്രാൻ പറഞ്ഞ, എനിക്ക് തോന്നുന്നു ക്ലിമിസ് ബാവ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ, മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗപ്പെടുത്തരുത്, അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നുണ്ട്. ഈ പ്രസ്താവനയിൽ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. കാരണം മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല, അത് ഉപയോഗപ്പെടുത്തുന്നതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? കാരണം ആ നിയമം നമ്മുടെ ഭരണഘടനയുടെ 3 അടിസ്ഥാന ഖണ്ഡികൾക്ക് വിരുദ്ധമാണോ? ഒന്ന് ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 21 എന്താണ് റൈറ്റ് ടു പ്രിവസി ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ. ഈ 3 അടിസ്ഥാന ഭരണഘടനയുടെ 3 അടിസ്ഥാന തത്വങ്ങൾക്ക് വളരെ പ്രകടമായി തന്നെ എതിരായിട്ടുള്ളതാണ് 12 സംസ്ഥാനങ്ങളിലെയും ആൻറ്റി കൺവേർഷൻ ലോ എന്ന് പറയുന്നത്. കാരണം ഒരു മതം സ്വീകരിക്കുക, ഒരു മതം തിരസ്കരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാ മതവും തിരസ്കരിക്കുക, ഒരു മതവും സ്വീകരിക്കാതിരിക്കുക എന്നൊക്കെയുള്ളത് എന്താണ്? ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ഭരണഘടന നൽകുന്ന അടിസ്ഥാന അവകാശമാണ്. പിന്നെ ഉള്ളത് ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് റിലീജിയൻ. അത് ഏത് മതവും പ്രാക്ടീസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം ഭരണഘടന നൽകുന്നതാണ്. ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്യുന്നതിൽ ഈ നിയമത്തിലെ ഒരു തമാശ പ്രൊവിഷനാണത്. ഈ ഒരാൾ മതം മാറുമ്പോൾ ഇതിൽ പല സംസ്ഥാനങ്ങളും പല പ്രൊവിഷൻസാണുള്ളത്, പക്ഷേ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് മതം മാറണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. ചില സംസ്ഥാനത്ത് 30 ദിവസം മുമ്പ് അറിയിക്കണം, ചില സംസ്ഥാനത്ത് 60 ദിവസം മുമ്പ് അറിയിക്കണം. അങ്ങനെ അങ്ങേരുടെ അനുവാദം കിട്ടിയതിന് ശേഷം നോക്കൂ, ഒരാളുടെ
റിലീജിയസ് സെലക്ഷൻ, റിലീജിയൻ ഒഴിവാക്കുക സ്വീകരിക്കുക ചെയ്യുന്നത് തീർത്തും പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ പറയുന്ന ഒരു മൂന്നാം കക്ഷിയുടെ മുമ്പാകെ സർട്ടിഫൈ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ പരിശോധിക്കും. സകലരോടും ചോദിച്ച് ഇയാൾ സ്വയം നിലക്ക് മാറുകയാണെന്നൊക്കെയുള്ള പരിശോധന നടത്തും. ഇതാണ് അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 21 എതിരാണെന്ന് പറയുന്നത്. ഈ പ്രൈവസിക്കും പേഴ്സണൽ ലിബർട്ടിക്കും എതിരാണെന്ന് പറയുന്നത്. പക്ഷേ ഈ നിയമത്തിലെല്ലാം ഉള്ളൊരു പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരാൾ നാറ്റീവ് റിലീജിയനിലേക്ക് മാറുകയാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. അതൊരു ഭയങ്കര തമാശയാണല്ലോ. നാറ്റീവ് റിലീജിയനിലേക്കാണ് ആൾ മാറുന്നതെങ്കിൽ ഈ പ്രൊവിഷൻസ് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് നാറ്റീവ് റിലീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഹിന്ദു മതത്തിലേക്ക് എന്നാണ് പറയുന്നതിൻ്റെ മലയാളം. അപ്പോൾ ഇത് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിയമങ്ങൾ അടിസ്ഥാനപരമായി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. 2020 CJP ടീച്ചർ സെറ്റിൽവാദിൻ്റെ ഇതുണ്ടല്ലോ, സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന് പറയുന്ന സംഘടന, പിന്നെ ജമിയത്തുൽ ഉലമായ ഹിന്ദ്, പിന്നെ ഉത്തർപ്രദേശിലെ ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ അങ്ങാണ്ട് നടന്നൊരു പ്രണയത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ട് അവർ ഇങ്ങനെ ഈ നിയമത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വെറ്റിങ്ങിന് വിധേയമാക്കണമെന്നും ഈ നിയമം മാറ്റണം എന്ന് പറഞ്ഞിട്ട് നിരവധി പെറ്റീഷൻസ് സുപ്രീം കോടതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു DY ചന്ദ്രചൂഡാന്ന് തോന്നുന്നു ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന എല്ലാ പെറ്റീഷൻസിനെയും ഒറ്റ കേസാക്കി ഒരു ഫയലാക്കി മാറ്റി അത് പ്രൊസീഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെയും സുപ്രീം കോടതിയിൽ അതിൻ്റെ മറ്റ് നടപടി ക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിനും വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കുക എന്ന് പറയുന്ന സംഗതി മാത്രമേ നടന്നിട്ടുള്ളൂ. ആ നോട്ടീസുകൾക്ക് മറുപടി കിട്ടിയോ ഫർദർ പ്രൊസീഡിങ്സ് ഉണ്ടായെന്ന് അറിയില്ല. ഞാൻ പറയുന്നത് ഈ ഛത്തീസ്ഗഡിലെ ഈ പ്രശ്നത്തെ മുൻനിർത്തി സഭ ചെയ്യേണ്ട ഒരു കാര്യം അടിസ്ഥാനപരമായി ഈ നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഈ നിയമങ്ങളെ 12 സംസ്ഥാനങ്ങളിലുള്ള മതപരിവർത്തന നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ അവർ മുന്നോട്ട് വരണം. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിട്ട് അവർ ഏറ്റെടുക്കുകയും അതിനെ നിയമപരമായി നേരിടുകയും ചെയ്യും. ഈ കേസിൽ അവർ കക്ഷി ചേരട്ടെ. കാരണം ഈ നടത്തുന്ന പ്രത്യേകിച്ച് കന്യാസ്ത്രീകളും ക്രിസ്ത്യൻ ചാരിറ്റീസും നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങളുണ്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ. അതിനെയെല്ലാം ഒരു ക്രിമിനൽ ഒഫൻസാക്കി മാറ്റാൻ പറ്റുന്ന വകുപ്പുകൾ എമ്പാടും ഈ നിയമത്തിലൊക്കെ ഉണ്ട്. അതിൽ തമാശ വെച്ചാൽ മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും നിയമം കർക്കശമായ നിയമമുണ്ട്. മധ്യപ്രദേശിലെ നിയമം 68 നിയമമാണെന്നാണ് BJPക്കാർ ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നത്. ശരിയാണ്, 68 കോൺഗ്രസ് ഭരിക്കുമ്പോണ്ടായ നിയമമാണ്. കോൺഗ്രസ് അല്ല, അത് തെറ്റാണ്. അവരല്ല 67 സംയുക്ത വിധായക് ദൾ എന്ന് പറയുന്ന ഒരു മുന്നണി കോൺഗ്രസിൽ പിളർന്നുപോയ കുറച്ച് ആൾക്കാർ അതിൽ ജനസംഘം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിയമം ഉണ്ടല്ലോ 68 നിയമം 2013 2011-2023 എനിക്ക് ഉറപ്പില്ല. അതിൽ വീണ്ടും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ആ അമെൻമെൻറ്റിൽ മധ്യപ്രദേശിൽ കൊണ്ടുവന്നുള്ള അമെൻമെൻറ്റ്സിൽ ചിലത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ കേസ് കൊടുത്തു അത് വളരെ പ്രകടമായിട്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളതുകൊണ്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ ഈ നിയമത്തിൽ ചില പ്രൊവിഷൻസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഈ കേസിൻ്റെ കൂടെ ഈ ഒറ്റ ഫയലാക്കി മാറ്റിയിട്ടുണ്ട്. അന്ന് ഈ KCBC അല്ലെങ്കിൽ CBCI ഈ കേസിൽ കക്ഷി ചേരണം. അപ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളിൽ സഭ ആത്മാർത്ഥമായിട്ടാണ് ആ പരിശ്രമം നടത്തിയെങ്കിൽ അവർ ഈ നിയമം 12 സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും തുടരുന്ന ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഈ നിയമത്തിനെതിരായ പോരാട്ടത്തിൽ സഭ പങ്കാളിയാകണമെന്നാണ് ഞാൻ പറയാം. എന്തായാലും വരുന്ന ക്രിസ്മസ് ഈസ്റ്റർ സമയത്ത് മനസ്സിലാകും എന്ന് കരുതുന്നു.